വായ മൂടിയ കൈ അവളെ ആകെ ശ്വാസം മുട്ടിച്ചു. തന്റെ കഴുത്തിൽ ഉരസുന്ന കുറ്റിത്താടി അവളെ ഇക്കിളിപ്പെടുത്തി. അതേ നിമിഷം തന്നെ ആ മനുഷ്യന്റെ ചൂടുശ്വാസവും അവളുടെ ചെവിയിൽ പതിഞ്ഞു. ഒച്ച വെക്കരുത്. ആ ശബ്ദം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് താൻ കേട്ട കടുപ്പമേറിയ ശബ്ദം, അവൾ ഒന്നുകൂടി വിറച്ചുപോയി. കാശി അവളുടെ വാ മൂടിയ കൈ പതിയെ മാറ്റി. ഗോലി പോലുള്ള കണ്ണുകൾ ഉരുട്ടി പേടിയോടെ ആ പെണ്ണവനെ നോക്കി. നിലാവിന്റെ വെളിച്ചത്തിൽ ഇരുവരും അല്പനേരം പരസ്പരം നോക്കി അങ്ങനെ നിന്നുപോയി. അവൾക്കുള്ളിൽ വല്ലാത്ത ഭീതിയാണെങ്കിൽ അവനിലെ ഭാവങ്ങൾ അവ്യക്തമായിരുന്നു. നിനക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവന്റെ ചോദ്യം കേട്ട് അവൾ വേഗം ഇല്ലെന്ന് തലകുലുക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, പേടിക്കണ്ട കേട്ടോ. അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ അവനെ മുഖമുയർത്തി നോക്കി. എന്നാ ഞാൻ പോവാ. എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്. എല്ലാ പോലീസും ഇങ്ങനെയാണോ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവന് ചിരി വന്നുപോയി. എങ്ങനെ? അവനിലെ കുറുമ്പ് അവൾക്ക് മനസ്സിലായതേയില്ല. അല്ല, രാത്രി വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ? അവൾ ആകെ തപ്പിപ്പെറുക്കി. അത് കണ്ട് അവൻ ആ പെണ്ണിനോട് വല്ലാത്ത വാത്സല്യം തോന്നിപ്പോയി. ആ, ഞാനിങ്ങനെ. അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? പെട്ടെന്ന് അവനിൽ നിറഞ്ഞ ഗൗരവം അവളെ വിറപ്പിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഇന്ന് സ്റ്റേഷനിൽ വെച്ച് ഡെറി അവനെ ഉപദ്രവിച്ചത് അവൾ ഓർത്തത്. സാറിന് ഒത്തിരി നൊന്തോ? നിഷ്കളങ്കമായി ചോദിക്കുന്നവളെ കണ്ട് അവൻ കാര്യം മനസ്സിലാക്കാതെ കണ്ണു മിഴിച്ചു. അത് ഇന്നാ സാറ് അങ്ങനെയൊക്കെ? അവൾ വീണ്ടും നിന്ന് പതറി. അപ്പോഴാണ് കാശിക്ക് ഡെറിയുടെ കാര്യം ഓർമ്മ വന്നത്. അതോർക്കെ അവൻ ആകെ അങ്ങ് പെരുത്തു കയറി. ഇനി ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ അവൻ എനിക്കിട്ട് തന്നത് നിനക്കും കിട്ടും. അത് വേണോ? ഡെറിയോടുള്ള ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. അവൾ വേഗം പേടിയോടെ വേണ്ടെന്ന് തലയാട്ടി. എന്നാ ഞാൻ പോവുക. അവളോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ആ ഉറച്ച നെഞ്ചിൽ തന്നെ അവൻ ചെന്ന് തട്ടി നിന്നു. ആഹാ, കാമുകിയും കാമുകനും കൂടി ഇരുട്ടത്ത് സൊള്ളുവാണോ? കളിയാക്കിയ ഡെറിയുടെ ശബ്ദം കേട്ടത് കാശി ആകെ വല്ലാതെയായിപ്പോയി. താൻ എന്തിനാണ് ഇരിപ്പുറയ്ക്കാതെ ഈ പെണ്ണിനെ തേടി ഇത്രയും റിസ്ക് എടുത്ത് ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ വന്നതെന്ന് അവൻ സ്വയം ചോദിച്ചു പോയി. പോലീസ് സാറിന്റെ കാറ്റ് പോയോ? ഡെറി അല്പം കളിയാക്കലോട് ചോദിച്ചതും തുളസി ഒന്നും മനസ്സിലാക്കാതെ പേടിയോടെ അവരെ നോക്കി. കാശി അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചതും ഡെറി അവനെ ഇടുപ്പിക്കൂടി ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു. അങ്ങനെ അങ്ങ് പോവല്ലേ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വേണ്ടി ജനറേറ്റർ വരെ പണി മുടക്കിച്ച ആളല്ലേ ഞാൻ. ഇത്ര കഷ്ടപ്പെട്ട് മതില് ചാടണോ? ഗേറ്റൊക്കെ തുറന്നിട്ടിരുന്നല്ലോ ഞാൻ. സാറ് കണ്ടില്ലേ? അവന്റെ ചോദ്യം കേട്ട് കാശി ആകെ മരവിച്ചതുപോലെയായി. നിനക്ക് കിടക്കാൻ സമയമായില്ലേ? തങ്ങളെ തന്നെ കണ്ണും വീഴ്ച നോക്കി നിൽക്കുന്ന തുളസിയെ നോക്കി ഡെറി അല്പം പരുഷമായി ചോദിച്ചതും അവൾ വേഗം തലയാട്ടി കൊടുത്തു. എന്നാ പോ. അത് കേട്ടതും അവൾ വേഗം ഓടി സ്വന്തം മുറിയിലേക്ക് പോയി. എന്നാൽ ബോധം വന്നതുപോലെ കാശി ഡെറിയുടെ കയ്യിൽ കിടന്ന് കുതറി. എന്നാൽ ഡെറിയിൽ നിന്നും ഉണ്ടായ പ്രവൃത്തി അടുത്ത നിമിഷം അവൻ ഷോക്ക് ഏറ്റതുപോലെ തറഞ്ഞങ്ങ് നിന്നുപോയി. തന്റെ കവിളിൽ അമർത്തി കടിച്ചു നുണഞ്ഞു വിട്ടവനെ പിടപ്പോടെ നോക്കി കാശി. ഡെറിയെ കാണെ അവനെ ചിന്തകൾ കുമിഞ്ഞുകൂടി. മനസ്സാകെ കലങ്ങുന്നു. കടികിട്ടിയ കവിളിൽ കയ്യം വെച്ച് അവൻ എന്തൊക്കെയോ ആലോചിച്ചു നിന്നു. ഇടുപ്പിൽ കിട്ടിയ നുള്ളിൽ അവൻ പകപ്പോടെ ഡെറിയെ നോക്കി. വേദന കൊണ്ട് സത്യത്തിൽ അവന്റെ കണ്ണുകൾ ചുവന്നു പോയി. ഞെട്ടിപ്പിടഞ്ഞ് അവൻ ഡെറിയെ നോക്കി. ആ കണ്ണുകളിലെ ദേഷ്യം അവന് മനസ്സിലായി. പക്ഷെ എന്തിന്? അതിന് മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത്? കാശി ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അവൻ ഡെറിയെ ചുവന്ന കണ്ണുകളോടെ നോക്കി. നിന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുവാണെന്ന് എനിക്കറിയാം. നിന്റെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങൾ ഉറഞ്ഞുകൂടിയിട്ടുണ്ട്. ഒരു ഗേയ ഞാൻ എന്തിനു വേണ്ടി തുളസി എന്ന പെൺകുട്ടിയെ നിയമപരമായി ഭാര്യയാക്കി? നിന്നോടെന്തിന് ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നു? അങ്ങനെ പല പല സംശയങ്ങൾ. ഡെറി അവനെ തന്നോട് ചേർത്ത് ആ മുഖത്തൊന്ന് ഊതിക്കൊണ്ട് പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവനെ നോക്കി. ഇതിനെല്ലാം ഉള്ള ഉത്തരം അത് നീ തന്നെയാണ് കാശി. നീ തേടുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അത് നിന്നിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കും. വലിയ പോലീസുകാരനല്ലേ? നിന്റെ ബുദ്ധി ഒന്ന് പൊടി തട്ടിയെടുക്ക്. ഈ വീട്ടിൽ നീ എന്തിനു വന്നു? ആരെ കാണാൻ വന്നു? ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് ആലോചിക്കേ. കാശിക്ക് ഉത്തരം മുട്ടിപ്പോയി. ഡെറി അവന്റെ കവിളെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. ഓ, ഇനി നീ ഇങ്ങനെ നിന്നാൽ ഞാൻ നിന്നെ വല്ലതും ചെയ്തു പോകും. അല്ലെങ്കിൽ ആ ചെകുത്താൻ ഇടപെടും. അവൻ നമുക്ക് അനുവദിച്ച സമയം കഴിയാറായി. ഡെറിയുടെ വാലും തലയും ഇല്ലാത്ത പറിച്ചു കേട്ട് അവൻ ആകെക്കൂടി വട്ടായി. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നോർത്തവൻ തിരികെ നടന്നു. കാശി സ്വയം ഒന്ന് ചിന്തിച്ചു. ശരിക്കും താൻ വന്നത് ഇവനെ കാണാൻ വേണ്ടി തന്നെയല്ലേ? അതോ ആ പെണ്ണിനെയോ? തന്റെ മനസ്സ് ഇവരിൽ ആരെ കാണാനാണ് വ്യഗ്രത കൂട്ടിയത്? തുളസി, ആ കുഞ്ഞു പെണ്ണിനോട് തനിക്കിനി പ്രണയാണോ? അല്ല, ഒരിക്കലും അല്ല. എന്നിരുന്നാലും ഒരു തരം പ്രത്യേക സ്നേഹം തനിക്ക് അവളോട് തോന്നുന്നുണ്ട്. ആ സ്നേഹം അതിന് എന്ത് പേരാണ് നൽകുക? ഇനി അത് പ്രണയമാണെങ്കിൽ ഈ ഒരുവനെ കാണുമ്പോൾ തനിക്ക് എന്താണ്? അവനോട് മാത്രം വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. അതിനെന്ത് പേരിട്ട് വിളിക്കും?
ഒരേ സമയം ഒരാൾക്ക് രണ്ടുപേരോട് പ്രണയം തോന്നുമോ? അതും ഒരു പുരുഷനോട് സ്ത്രീയോടും? മനസ്സേ, എന്തിനു നീ ഇങ്ങനെ എന്നെ കുഴപ്പിക്കുന്നു? ഇവിടെ വരും വരെ ആ ഒരുവൻ തന്നെയായിരുന്നില്ലേ മനസ്സിൽ? ഇന്ന് അവന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി ആണെന്നോർത്തല്ലേ തന്റെ നെഞ്ച് കൂടുതൽ പുകഞ്ഞത്? ആ പെണ്ണിനെ അവൻ ഭാര്യയെ കൂടെ കൂട്ടുമോ എന്നോർത്തല്ലേ ഈ രാത്രി സമാധാനം ഇല്ലാതെ മതില് ചാടി ഇങ്ങോട്ട് വന്നത്? തന്റെ മിഴികൾ തേടിയതും അവനെ തന്നെ ആയിരുന്നില്ലേ? ഓർക്കപ്പുറത്ത് ആ പെണ്ണിനെ കണ്ടപ്പോൾ സംസാരിച്ചു പോയതല്ലേ? അല്ല, അവളെയും തന്റെ മിഴികൾ തേടിയിരുന്നു. അതെ, അവൾക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമാണെന്ന് ഒന്ന് ഉറപ്പിക്കണമെന്ന് തോന്നി. സങ്കടമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ഇരിക്കുവാണോ എന്നറിയാൻ കൂടിയല്ലേ അവളെ തിരഞ്ഞത്. ഡെറി അവന് സ്ത്രീകളോട് യാതൊരു താല്പര്യവുമില്ല. അപ്പൊ തുളസി, പക്ഷെ അവൾ തീരെ ചെറുതല്ലേ. നിയമപരമായി ഭർത്താവായ ഒരാളെ അവളെ സ്നേഹിച്ചു പോകില്ലേ? അവൾക്ക് ഡെറിയോട് ആ സ്നേഹം വന്നു പോയാൽ അവൻ അവളെ ഒരിക്കലും സ്വീകരിക്കില്ല. ഇല്ല, ആ കുട്ടിയെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല. ആരും ഇല്ലാത്തവളാണ്. ഓരോന്നോർക്കെ കാശിക്ക് തലവേദനിച്ചു. മനസ്സ് നിറയെ ഡെറിയാണെങ്കിലും തുളസിയുടെ പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹവും തന്നിൽ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഡെറി ചുണ്ടിൽ വിടർന്ന കുസൃതിച്ചിരിയോടെയാണ് റൂമിലേക്ക് പോയത്. അവന് കാശിയെ ഓർത്ത് വല്ലാത്ത കുളിര് തോന്നി. നിനക്കൊരിക്കലും എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല കാശി. ഞാൻ തേടി വന്നതല്ല, നീയായിട്ട് എന്നിലേക്ക് വന്നു ചേർന്നതാണ്. എന്നാൽ പെട്ടെന്നാണ് തുളസിയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അവളെക്കുറിച്ച് ഓർത്തതും അവനിലെ ചിരി മാഞ്ഞു. ക്ഷമിക്കൂ കൊച്ചേ, എനിക്കൊരിക്കലും നിന്നെ പ്രണയിക്കാനോ ഭാര്യയായി അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷെ നീയും ഞങ്ങളിൽ ഒരാളായേ പറ്റൂ. അവനു വേണ്ടി എനിക്ക് നിന്നെ സ്വീകരിച്ചേ മതിയാകും. എന്റെ സ്വാർത്ഥത കൊണ്ടാണ് നിന്റെ നിസ്സഹായാവസ്ഥയെ ഞാൻ മുതലാക്കിയത്. അവന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. അത് നിന്റെ മനസ്സോ സന്തോഷമോ ഒന്നും ഞാൻ നോക്കിയില്ല. തിരികെ ആ വീട്ടിലേക്ക് പോയാൽ നിന്നെ അവരെല്ലാം ചേർന്ന് കുത്തി വലിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ നല്ലൊരു ജീവിതം തന്നെ ഞാൻ നിനക്ക് നേടിത്തരും. ഒരിക്കലും ഞാൻ മൂലം നിനക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. അവൻ മനസ്സിൽ പ്രതിജ്ഞ എടുത്തു. എന്നാൽ ഇതൊന്നും അറിയാതെ തനിക്ക് അനുവദിച്ച മുറി അവൾ ചുരുണ്ടുകൂടി. ഡെവി അച്ചുവിനെ തന്റെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുവാണ്. വിറയലോടെ തന്നെ പെണ്ണവനിൽ ഒതുങ്ങി. അടർന്നു മാറാൻ മനസ്സോ ശരീരമോ അനുവദിച്ചില്ല എന്നതാണ് സത്യം. അവന്റെ ചുംബനം അവളെ ആകെ തളർത്തുന്നുണ്ട്. ഈ ഒരുവനെ പേടിയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇഷ്ടവും കൂടി കുടിയേറി പാർത്തിട്ടുണ്ട് എന്നവൾ ചിരിയോടെ ഓർത്തുപോയി. പ്രണയം കാമമായി അവളിൽ അവൻ നിറച്ചപ്പോൾ അവനോട് ചേർന്ന് അവളും മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി. ആഹാരം പോലും കഴിക്കാതെ കരഞ്ഞു തളർന്നിരിക്കുവാണ് ജയ. അവരെ ആശ്വസിപ്പിക്കാൻ എന്നോണം മാധവ് അവരോട് ഓരോന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കൊതിയാകുന്നു മോനെ. അപ്പച്ചിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ജയ വലം കൈ കൊണ്ട് കണ്ണ് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പച്ചിക്ക് വാക്ക് തന്നതല്ലേ കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന്. കുറച്ച് സമയം കൂടി എനിക്ക് അനുവദിച്ചതാ. മാധവ് അവരോട് താഴ്മയായി കെഞ്ചി. മോനെ, എന്റെ കുഞ്ഞ് നിന്റെ കയ്യിൽ അവൾ സുരക്ഷിതമായാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. അതുവരെ എനിക്ക് പറ്റില്ല. എന്റെ മോളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. അവർ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയമെല്ലാം അവന്റെ മനസ്സിൽ അവളുടെ രൂപമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം അവൻ മനസ്സിലോർത്ത് വല്ലാതെ പുളകം കൊണ്ടു. തനിക്ക് അവകാശപ്പെട്ടവളാണെന്ന് ഓർക്കെ അവനിൽ മോഹങ്ങൾ കുമിഞ്ഞുകൂടി. നിനക്ക് തൊട്ടരികിൽ തന്നെ ഞാൻ ഉണ്ട് കുഞ്ഞേ. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തും. നിന്നെ എന്റേതാക്കി സ്വർഗം പോലൊരു ജീവിതം നമുക്ക് ജീവിക്കണം. കാതരമായി മനസ്സിൽ മുരണ്ടുകൊണ്ട് അവൻ ജയയെ നോക്കി. അവരുടെ സങ്കടം കണ്ട് അവൻ ആകെ അസ്വസ്ഥത തോന്നി. ഈ അപ്പച്ചിയോട് അവന് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. വല്യമ്മച്ചി, പപ്പ, വലിയ പപ്പ, എല്ലാവരും ഒന്ന് വേഗം വായോ. മോനിയുടെ വിളി കേട്ട് ജോണും റോസിയും ഒക്കെ ഹാളിലേക്ക് പാഞ്ഞു വന്നു. ഏലിക്കുട്ടിയുടെ അനിയത്തിയുടെ മകന്റെ മകനാണ് മോനി. എല്ലാവരും കൂടി വന്നതും അവൻ നേരെ ഏലിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞു. വല്യമ്മച്ചി അറിഞ്ഞു? എന്നതാടാ രാവിലെ തന്നെ വിളിച്ചു കൂവുന്നത്? മുഷിച്ചിലോടെ ജോണി ചോദിച്ചതും അവൻ വേഗം അയാൾക്ക് നേരെ തിരിഞ്ഞു. വലിയ പപ്പ, നമ്മുടെ ഡെറിയുടെ വിവാഹം കഴിഞ്ഞു. ഏതോ ഹോട്ടലിൽ നിന്ന് പോലീസ് പൊക്കിയതാ. പറഞ്ഞു തീർന്നതും അവന്റെ ചെകിട്ടി തന്നെ അടിപൊട്ടിയിരുന്നു. പയറണം കെട്ടവനെ, എന്റെ ചെക്കനെ കുറിച്ച് തോന്നിയാസം പറയുന്നു. ഏലിക്കുട്ടി അവന് മുമ്പിൽ നിന്ന് ഉറഞ്ഞു തുള്ളി. അവരുടെ ദേഷ്യം കണ്ട് മോനി ആകെ വിരണ്ടുപോയി. സകലരും ഞെട്ടലാണ്. മോനിക്ക് വല്ലാതെ സങ്കടം വന്നുപോയി. അമ്മാതിരി അടിയാണ് അവന് കിട്ടിയത്. എന്നെ തല്ലണ്ട, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ഡെറി മാത്രമല്ല, ഡെവിയും പെണ്ണ് കെട്ടി. അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞതും എല്ലാവരും അവനെ വല്ലാത്തൊരു നോട്ടം നോക്കി. ഡെറിയുടെ കാര്യം വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഡെവി, ആ നാശം പിടിച്ചവന് പെണ്ണിനെ പിടിക്കുവോ? അവൻ ആണിനെയല്ലേ ഒക്കൂ. ജോണി അതിശയത്തോടെ പറഞ്ഞത് മോനെ അയാളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ സത്യമാ പറഞ്ഞത്, വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ഡെവിയുടെ കാര്യം ആർക്കും അറിയില്ല. അവന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കൊച്ചിനെ എനിക്കറിയാം. അവളാ പറഞ്ഞത് ഡെവിയുടെ കല്യാണം കഴിഞ്ഞെന്ന്. പിന്നെ ഡെറിയുടെ കാര്യമാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു. നാറി.
ഹോട്ടലിൽ നിന്നും റെയ്ഡിനാ രണ്ടിനെയും കൂടി പിടിച്ചത്. പോലീസ് കൊണ്ടുപോയി കെട്ടിച്ചു വിട്ടതാ. അവൻ ഈർഷ്യയോടെ പറഞ്ഞു നിർത്തി. എന്റെ മാതാവേ, ഞാൻ ഇത് എന്തൊക്കെയായി കേൾക്കുന്നേ? ജോണി നെഞ്ചി കൈവച്ച് വിലപിച്ചു. ജോണിക്കുട്ടി, വണ്ടി എടുക്കടാ. ഏലിക്കുട്ടി അലറി. അവരുടെ മുഖത്തെ ഗൗരവം കണ്ട് ജോണി വേഗം പോയി കാറിന്റെ താക്കോൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. റോസിക്ക് ആകെ ടെൻഷനായി. അവരെടുത്തിരുന്ന സാരിയുടെ തുമ്പിൽ പിടിച്ച് കശക്കി. മിഴിച്ചു നിൽക്കാതെ വാടി ഇങ്ങോട്ട്. കൂടെ വരാതെ നിൽക്കുന്നവളെ കണ്ട് ഏലിക്കുട്ടി അലറി. വേഗം തന്നെ റോസി അവരുടെ കൂടെ നടന്നു. മോനിയെ മൈൻഡ് ചെയ്ത് എല്ലാവരും കൂടി പോയതും അവൻ ഏണിക്ക് കൈയും കൊടുത്ത് അവർ പോകുന്ന വഴി നോക്കി. അത് ശരി, ഇപ്പൊ ഞാൻ ആരായി? എന്നാലും എന്റെ കവളടിച്ച് കലക്കിലെ ആ കള്ളക്കളവി. ഇതാ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാത്തത്. ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. ഇവിടെ തിന്നൊന്നും ഇല്ലേ? അവൻ ചുറ്റും നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ടേബിളിൽ ഇരിക്കുന്ന ആപ്പിൾ കണ്ട് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ആപ്പിളെങ്കിൽ ആപ്പിള്, നല്ല മധുരമുണ്ട്. രണ്ടു കൈയിലും ഓരോ ആപ്പിൾ വീതം എടുത്തുകൊണ്ട് അവൻ മാറി മാറി കടിച്ചു. അതുകൊണ്ട് നേരെ സോഫയിലേക്ക് വന്ന് വീണ് നിവർന്ന് കിടന്നു അവൻ. നിർത്താതെയുള്ള കാറിന്റെ ഹോണടി കേട്ട് സെക്യൂരിറ്റി ഗാർഡ് ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ആ കാറ് ശരവേഗത്തെ അകത്തേക്ക് പാഞ്ഞതും ആ ഗാർഡ് വേഗം ഓഫീസ് റൂമിൽ കയറി ഫോൺ എടുത്ത് ഡെബിയെ വിളിച്ച് കാര്യം അറിയിച്ചു. ഇങ്ങനെ ഒരു വരവ് അവൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുച്ഛം നിറഞ്ഞ ചിരിയോടെ അവൻ ഹാളിലേക്ക് നടന്നു. ഡെവി! രോഷം കൊണ്ടുള്ള ജോണിയുടെ വിളി ആ വീട്ടിലെ ജോലിക്കാർ ഉൾപ്പെടെ ഹാളിൽ ഹാജർ വെച്ചു. ഈ ബഹളം കേട്ട് ശരിക്കും ഞെട്ടിയത് അച്ചു ആയിരുന്നു. അവൾ ഈ വീട്ടിൽ വന്നത് പിന്നെ ആദ്യമായാണ് ഒരാൾ ഡെവിയെ പേരെടുത്ത് വിളിക്കുന്നത്. അതിന്റെ ഒരു ഞെട്ടലും അവളിൽ നിറഞ്ഞു. സ്റ്റഡി റൂമിൽ ഇരുന്ന് ഡെവി കൊടുത്ത പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുകയായിരുന്നു അവൾ. ശബ്ദം കേട്ടിടത്തേക്ക് പോകണോ വേണ്ടയോ എന്നവൾ ചിന്തിച്ചു. പഠിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഈ മുറി വിട്ടിറങ്ങിയ ഡെവി തന്നെ ശരിയാക്കൂ എന്നവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അറച്ചറച്ചാണ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. ഹാളിലെ ബഹളം മുറുകിയിട്ടുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. എന്തൊക്കെയോ പൊട്ടി തകരുന്നു. അതിൽ കൂടുതലൊന്നും കേട്ടു നിൽക്കാൻ അവൾക്കായില്ല. അവളും വേഗം ഹാളിലേക്ക് പാഞ്ഞു. ഡെറിയുടെ കവിളിൽ പടക്കം പൊട്ടും പോലെ അടി വീണു. അവനെ ഏതോ ഒരു സ്ത്രീ വന്ന് തല്ലുന്നത് കണ്ട് അച്ഛന് സഹിച്ചില്ല. അവളുടെ പ്രിയപ്പെട്ട ഇച്ചായയുടെ കണ്ണുകൾ ചുവന്നത് കണ്ട് അവൾക്ക് വിറഞ്ഞു കയറി. ആദ്യമായി അവളിൽ രോഷം നിറഞ്ഞു. അവൾ ഹാളിലേക്ക് പാഞ്ഞു വന്ന് ഡെറിയെ വേഗം ചുറ്റിപ്പിടിച്ചു. ഇച്ചായേ! അവൾ വിതുമ്പിക്കൊണ്ട് വിളിച്ചതും അവൻ വേഗം അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇതെല്ലാം കണ്ടു നിന്നവരുടെയൊക്കെ കണ്ണുകൾ അച്ചുവിൽ തറഞ്ഞു. ഡെറിയെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന അച്ചുവിനെ ചെറിയ കുശുമ്പോടെയാണ് തുളസി നോക്കിയത്. ഏലിക്കുട്ടി അവളെ ഒന്ന് ഇരുത്തി നോക്കി. ചെറിയ പെണ്ണാണ്, കാണാനും കൊള്ളാം. പക്ഷെ അവളുടെ നെറ്റിയിലെ സിന്ദൂരം നാശം, അന്യജാതിയാണ്. ഡെറി അവൾ വലവീശി പിടിച്ചത് തന്നെ. ഇല്ലടി, എന്റെ ചെക്കനെ നിനക്ക് ഞാൻ തരികയില്ല. അവർ മനസ്സിൽ പകയുടെ മുരണ്ടു. റോസിയും അവളെ തന്നെയാണ് നോക്കുന്നത്. അവരും അവളെ അളന്നുകൊണ്ടിരുന്നു. തന്റെ ഡെറിയുടെ പെണ്ണ്. പക്ഷെ ഈ കൊച്ചു തീരെ ചെറുതല്ലേ? എന്റെ കർത്താവേ, സൂസിക്ക് വാക്കു കൊടുത്തതല്ലേ? ഇനി ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? അവരിലും ആകെ ആശങ്കയാണ്. തുളസി ജോലിക്കാരുടെ ഒപ്പം നിന്ന് അല്പം പേടിയോടെയാണ് ഇതെല്ലാം വീക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ ആരാ? എന്റെ ഇച്ഛയെ തല്ലിയത് എന്തിനാ? അച്ചു കൂർപ്പിച്ച മിഴികളോടെ ഏലിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞു. അവളെ അത്ഭുതത്തോടെയാണ് ഡെറിയും മറ്റു ജോലിക്കാരും നോക്കിയത്. ആദ്യമായി അവളുടെ ശബ്ദം ഉയർന്നിരിക്കുന്നു, അതും അത്രയും ദേഷ്യത്തോടെ. ഡെറിയുടെ മിഴികൾ സന്തോഷത്താൽ വിടർന്നു. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുവൾ, തന്റെ സഹോദരി. അവന്റെ ഹൃദയം അവൾക്കായി സാന്ദ്രമായി. എന്നാൽ തനിക്ക് നേരെ ചോദ്യം ഉയർത്തുന്ന പീറപ്പെണ്ണിനെ ഏലിക്കുട്ടിക്ക് അങ്ങ് സുഖിച്ചില്ല. അത് ചോദിക്കാൻ നീ ഏതാടി ചൂലെ? ഞങ്ങളുടെ കൊച്ചിനെ കണ്ണും കൈയും കാണിച്ച് കറക്കിയെടുത്ത് കണ്ട ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയ പന്ന മോളെ നീ എന്നോട് കുരയ്ക്കാൻ വരുന്നു? കാലിയോടെ അലറിക്കൊണ്ട് അച്ഛനു നേരെ അവർ കൈവീശിയതും അവൾ ഈ തള്ള ഇത് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത് എന്ന പകപ്പിൽ താറഞ്ഞങ്ങ് നിന്നുപോയി. തൊട്ടുപോകരുത് അവളെ! ഇടിനാഥം പോലെ ഹാളിൽ മുഴങ്ങിയ ശബ്ദത്തിൽ അച്ഛനെ തല്ലാൻ കൈ ഉയർത്തിയ ഏലിക്കുട്ടി വരെ ഞെട്ടി വിറച്ചുപോയി. തീ പോലെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഡെവിയെ കണ്ട് എല്ലാവരും വല്ലാതെ പേടിച്ചുപോയി. അച്ചു ആണെങ്കിൽ അവന്റെ ഉഗ്രരൂപം കണ്ട് ഭയന്ന് ഡെറിയെ അള്ളിപ്പിടിച്ച് പതുങ്ങി നിന്നു. ആദ്യത്തെ പകപ്പൊന്നു മാറിയതും ഏലിക്കുട്ടി അവന് നേരെ തിരിഞ്ഞു. ഈ നാശം പിടിച്ചവളൊക്കെ എന്റെ ചെക്കന്റെ തലയിൽ വന്ന് കേറിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? അതിന് ഈ ഏലിക്കുട്ടി വേറെ ജനിക്കണം. നിന്നോട് ഞാൻ ഒന്നിനും വന്നില്ല ഡേവിഡ്. നീ നശിക്കാൻ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു. ഇവനെയും കൂടി നശിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഏലിക്കുട്ടി നിന്ന് തിളച്ചു മറിഞ്ഞു. ഡെവി ഇതൊക്കെ വെറും പുച്ഛത്തോടെ നോക്കി നിന്നു. ഡേവിഡ്, നിന്റെ പപ്പയാ ഞാൻ. എനിക്ക് എന്റെ മക്കളോടെല്ലാം സ്നേഹം തന്നെ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും സ്നേഹിച്ചത് നിന്നെ തന്നെ. നീയാ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിറങ്ങിയത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഞങ്ങളുടെ മകനെ വീട്ടിലേക്ക് തിരികെ വരാം. അല്ലാതെ ആണുങ്ങളുടെ കൂടെ പോകാനാണെങ്കിൽ നീ ശാപം പിടിച്ച ജന്മാണെന്ന് കരുതി മറക്കും ഞങ്ങള്. ജോണി അവനെ കണ്ടത് ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ചെറിയ പ്രതീക്ഷയിൽ പറഞ്ഞു. ആ മകനെ അയാൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അവനൊരു ഗേ ആണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അയാൾ അവനെ എതിർത്തത്.
അത് മാത്രം അംഗീകരിച്ചു കൊടുക്കാൻ അയാൾക്കോ ഏലിക്കുട്ടിക്കോ ആകുമായിരുന്നില്ല. അയ്യോ, ദേ ഞാനങ്ങ് പേടിച്ചു. അല്ലെങ്കിലും പണ്ടേ ഇതൊക്കെ കുറെ കേട്ടതാ ഞാൻ. എനിക്ക് അന്ന് ഇന്നും ഒരൊറ്റ വാക്കേയുള്ളൂ, എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. ഒരു പന്ന മക്കളും അതിന് ചോദ്യം ചെയ്യാൻ വരണ്ട. എങ്ങനെ ഒരു പന്ന മക്കളും ചോദ്യം ചെയ്യാൻ വരണ്ട എന്ന്? യാതൊരു കൂസലുമില്ലാതെ രവി അങ്ങനെ പറഞ്ഞതും അയാൾക്കുള്ളിൽ നല്ല സങ്കടം തോന്നി. അവസാന പ്രതീക്ഷയും നഷ്ടമായതുപോലെ ആയിരുന്നു ആ അപ്പന്റെ നിൽപ്പ്.